അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ മുസ്ലിം പുണ്യ തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ഷാഹുൽ ഹമീദ് ദർഗാ ഷെരീഫിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എങ്ങനെ യാത്ര ചെയ്യാം, എത്ര ചുരുങ്ങിയ ബഡ്ജറ്റ് എത്ര ആവും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മളിപ്പോൾ യാത്ര പുറപ്പെടുന്നത് പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിൽ നിന്നുമാണ്. സമയം 1:40 ഡെയിലി 1:40 ഈ വണ്ടി പാലക്കാട് ഒലവക്കോട് ടൗണിൽ നിന്നും ഈ വണ്ടി പുറപ്പെടുന്നതാണ്. എറണാകുളം സൗത്തിൽ നിന്നുമാണ് ഈ വണ്ടി 11:30 മണിക്ക് രാത്രി പുറപ്പെടുന്നത്. ഇത് ഏകദേശം ഒലവക്കോട് എത്തുന്നത് 1:40 കറക്റ്റ് 1:40 ഒലവക്കോട് പ്ലാറ്റ്ഫോം 4 അല്ലെങ്കിൽ 5 ഈ വണ്ടി എത്തപ്പെടുക. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് അൾട്ടാക്കുന്നത് കാരയ്ക്കൽ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഏകദേശം നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ 10 മണിക്കാണ് നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ബൈക്കിലാണ് നാട്ടിൽ നിന്ന് പോരുന്നത്. അതായത് മണ്ണാർക്കാട്ടിൽ നിന്ന് ഏകദേശം നമുക്ക് 40 കിലോമീറ്ററാണ് ഉളയക്കോട്ടേക്കുള്ള യാത്രാ ദൂരം. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു ദിവസത്തിന് അവിടെ 30 രൂപയാണ് ചാർജ് വരുന്നത്. ബൈക്കുകൾക്ക് 2 ദിവസത്തിന് നമ്മൾ 60 രൂപ കൊടുത്തിട്ടാണ് പാലക്കാട് ഒലവക്കോട് അൾട്ടാക്കിയിട്ടാണ് നമ്മൾ ട്രെയിൻ മാർഗം നാഗൂരിലേക്ക് പോകുന്നത്. ഒലവക്കോട് നിന്നും നാഗൂരിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് 150 രൂപയാണ് ഒരാൾക്കുള്ള ട്രെയിൻ ടിക്കറ്റിൻ്റെ ചാർജ്. സെക്കൻഡ് ക്ലാസ്സിന് നമുക്ക് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് 150 രൂപയാണ്. സ്ലീപ്പർ ആണെങ്കിൽ 275 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റിൻ്റെ ചാർജ്. പക്ഷേ ഇപ്പോൾ ഈ പൊങ്കൽ യാത്ര ആയതുകൊണ്ട് 2 ആഴ്ച ഒരാഴ്ചക്കൊക്കെ ഫുള്ളായിട്ട് ട്രെയിൻ ടിക്കറ്റ് ഫുൾ ബുക്കിംഗ് ആണ്. അത് കാരണം നമുക്ക് ബുക്ക് ചെയ്ത് ഈ സ്ലീപ്പറിൽ പോകാൻ പറ്റിയില്ല. നമ്മളെടുത്തത് യാത്രാ ടിക്കറ്റ് എടുത്തത് സെക്കൻഡ് ക്ലാസ്സിലാണ്. 150 രൂപയാണ് ടിക്കറ്റ് വന്നത്. നാഗൂർ ഈ വണ്ടി എത്തുന്നത് 10:55 ഈ വണ്ടി കറക്റ്റ് നാഗൂർ എത്തിയത്. ഞങ്ങൾ പോയപ്പെട്ടോ. പിന്നെ ഓരോ ട്രെയിനിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിടുന്ന സമയം ഉണ്ടാവും. അതായത് സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ട്രാക്ക് മാറി പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ട്രെയിനിൻ്റെ സമയം മാറ്റം വരും. തമിഴ്നാട്ടിലെ ഒരു തീരദേശ പട്ടണമായ നാഗൂരിലാണ് നാഗൂർ ദർഗാ ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ് നാഗൂർ ദർഗാ ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് ഷാഹുൽ ഹമീദ് എന്ന മഹാനവറുകളാണ്. നിരവധി കറാമത്തുകൾക്ക് പേര് കേട്ട മഹാനും കൂടിയാണ് സയ്യിദ് ഷാഹുൽ ഹമീദ് എന്ന മഹാനവറുകൾ. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ദർഗയിലേക്കുള്ള യാത്രാ ദൂരം. കാരയ്ക്കൽ എക്സ്പ്രസ്സിൽ അധികവും തീർത്ഥാടകരാണ്. മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും തീർത്ഥാടന കേന്ദ്രങ്ങൾ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാഗൂർ ദർഗ, വേളാങ്കണ്ണി ചർച്ച്, ക്ഷേത്രങ്ങൾ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഹിജറ 910 റബീഉൽ അവ്വൽ 10 ഉത്തർപ്രദേശിലെ മാണിക്കപ്പൂരിൽ സയ്യിദ് ഹസനുൽ ഖുദ്സി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ദമ്പതികളുടെ മകനായിട്ടാണ് സയ്യിദ് ഷാഹുൽ ഹമീദ് എന്ന മഹാനവറുകൾ ജനിക്കുന്നത്. സയ്യിദ് ഹസനുൽ ഖുദ്സി റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പരമ്പര ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഈ പരമ്പര വഴിയാണ് മുത്ത് ഹബീബിൻ്റെ പരമ്പരയിലേക്ക് എത്തപ്പെടുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഹസനുൽ ഖുദ്സി റളിയല്ലാഹു അൻഹുവും കുടുംബവും ഡൽഹി ചക്രവർത്തി ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ക്ഷണപ്രകാരമാണ് ബാഗ്ദാദിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. യൂസുഫ് എന്ന ആദ്യ സന്താനം മരണപ്പെട്ടതിൽ ദുഃഖിച്ചിരുന്ന പ്രസ്തുത ദമ്പതികൾക്ക് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം വലിയ ഒരു സന്തോഷമാണ് പകർന്നത്. ജനിക്കുന്നതിന് മുമ്പും ശേഷവും സയ്യിദ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട പല അത്ഭുത സംഭവങ്ങൾക്കും ആ മാതാപിതാക്കൾ സാക്ഷിയായിരുന്നു. ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യ പേര് അബ്ദുൽ ഖാദിർ എന്നായിരുന്നുവെങ്കിലും ഷാഹുൽ ഹമീദ് മീറാൻ സാഹിബ് ഖാദിർ വലി ഗഞ്ച് സിവായി
ഗഞ്ച്, ബക്ഷ് എന്നീ പേരുകളിലാണ് ബഹുമാനപ്പെട്ടവർ അറിയപ്പെടാൻ തുടങ്ങിയത്. പ്രശസ്ത സൂഫി വര്യനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ 13ാം തലമുറയുടെ പിൻഗാമിയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് ഗൗസിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഗോളിയോറിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്നത്. പിന്നീട് അദ്ദേഹം മക്കയിലേക്കുള്ള തീർത്ഥാടനത്തിനു വേണ്ടി പുറപ്പെട്ടു. ഇനി നമുക്ക് മക്ബറയുടെ പരിസരങ്ങളിലേക്ക് ഒരുപാട് പ്രാവുകളെ കാണാൻ കഴിയും. എന്താണ് ഈ പ്രാവുകളുടെ ചരിത്രം, അത്ഭുതം എന്താ നമുക്ക് നോക്കാം. ഒരിക്കൽ ഷാഹുൽ ഹമീദ് എന്ന മഹാനവറുകൾ തഞ്ചാവൂരിലെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അച്യുതപ്പ നായക്ക് എന്ന ഒരു ഭരണാധികാരിക്ക് മന്ത്രവാദം മൂലം, ശാരീരിക അസ്വസ്ഥത മൂലം ഒരുപാട് രോഗങ്ങൾ പിടിപെട്ടു. അങ്ങനെ ഈ രോഗം മഹാനായ ഷാഹുൽ ഹമീദ് മഹാനവറുകളാണ് ഒഴിവാക്കി കൊടുത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കഥയാണ്. അതിന് കാരണം അവിടുത്തെ ഒരു സൂചിപ്രാവായിരുന്നു അത്രേ. അങ്ങനെ ആ കൊട്ടാരത്തിൽ നിന്ന് ആ പ്രാവിനെ മഹാനവറുകൾ കണ്ടെത്തുകയും ആ പ്രാവിൻ്റെ കുറ്റി നീക്കം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് രാജാവിൻ്റെ എല്ലാ രോഗങ്ങളും മാറി എന്നാണ് ചരിത്രം. ഈ സംഭവത്തിൻ്റെ പിന്നിലാണ് ഇങ്ങനെ ഇപ്പോഴും ദർഗയുടെ പരിസരത്ത് പ്രാവുകളെ സ്വതന്ത്രമാക്കി പറത്തിവിടുന്ന ഒരു സമ്പ്രദായം. അതിപ്പോഴും അവിടുത്തെ ആൾക്കാർ അത് പൂർവികർ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അതാണ് ഈ പ്രാവുകളുടെ അവിടുത്തെ ചരിത്രം. പിന്നെ സിയാറത്തിനൊക്കെ ഒറ്റയ്ക്ക് വരുന്നവർക്കൊക്കെ അവിടെ വന്നാൽ നല്ല സുഖട്ടോ. എന്താ പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. അവിടെ അടുത്ത് നിസ്കരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പള്ളിയാണ്. പള്ളിയോട് ചേർന്ന് ഒളു ചെയ്യുന്നതിന് ചേർന്നിട്ടാണ് ഈ കുളം. വലിയൊരു കുളമാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുളിച്ച് ഫ്രഷായി നമുക്ക് നാട്ടിലേക്ക് ഇനി പോരണമെങ്കിൽ അവിടുന്ന് ഫ്രഷായിട്ട് ജസ്റ്റ് നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ പോന്നാലും മതി. അപ്പോൾ അതിനൊക്കെ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ അവിടെ നാടൻ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ചിലർക്ക് അവിടുത്തെ ഫുഡ് ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാവും. എന്താ പറഞ്ഞാൽ നമ്മളെ കേരള ഫുഡിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയില്ല അവിടുത്തെ ഫുഡിനോട്. അപ്പോൾ ഏറ്റവും നല്ലത് നാഗപ്പട്ടണത്ത് പോയിട്ട് അവിടെ നമ്മളെ കേരള സ്റ്റൈലിഷ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും സ്റ്റാൻഡിൽ. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ദർഗയിലേക്ക് വന്നാൽ മതി. ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ യാത്രക്ക് വരുന്നവരുണ്ട്. കൂടുതലൊക്കെ വരികയാണെങ്കിൽ നമുക്കവിടെ അതിൻ്റെ പരിസരങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കഴിക്കുകയാണ് നല്ലത്. നാഗൂർ ആണ്ടവൻ എന്ന മറ്റൊരു പേരിലും കൂടി ഷാഹുൽ ഹമീദ് എന്ന മഹാനവറുകളെ അറിയപ്പെടുന്നുണ്ട്. ദർഗയ്ക്കുള്ളിലെ പവിത്രമായ ഇടമാണ് പ്രധാന ഒരു ആകർഷണം. ഇസ്ലാമിക മാസമായ മുഹറത്തിൽ നടക്കുന്ന വാർഷിക ഉത്സവമാണ് നാഗൂർ ദർഗയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. 16ാം നൂറ്റാണ്ടിൽ നാഗൂർ ഷാഹുൽ ഹമീദ് എന്ന മഹാനവറുകൾ നാഗൂർ നഗരത്തിലെത്തിയതോടെയാണ് നാഗൂർ ദർഗയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടാണ് മഹാനായ ഷാഹുൽ ഹമീദ് എന്ന മഹാനവറുകൾ നാഗപട്ടണത്ത് സ്ഥിരതാമസമാക്കാൻ വരുന്നത്. പിന്നീട് അവർ ഇസ്ലാമിൻ്റെയും സൂഫിസത്തിൻ്റെയും പഠിപ്പിക്കലുകളിൽ പ്രചരിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മീയ പഠിപ്പിക്കലുകൾ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ നിരവധി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ഒരു ചെറിയ മസ്ജിദ് അവിടെ നിർമ്മിക്കപ്പെട്ടു. അത് പിന്നീട് ഇന്ന് മനോഹരമായ ദർഗയായി പരിണമിച്ചു എന്നതാണ് ചരിത്രം. പിന്നെ ഈ ദർഗയുടെ ഒരു പ്രത്യേകതയാണ് ജാതി മതഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് സിയാറത്ത് ചെയ്യുന്ന ഒരു മക്ബറ. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമാണ് സിയാറത്തിനായിട്ട് ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ഇന്നും നാഗൂർ ദർഗയുടെ സ്ഥിതി ചെയ്യുന്നു. പിന്നെ നാഗൂർ ദർഗൻ്റെ പുറത്ത് കാണാവുന്ന ഒരു കാഴ്ചയാണ് നിരവധി കച്ചവടക്കാർ കരകൗശല ഉൽപ്പന്നങ്ങളുമായിട്ട് മറ്റ് കച്ചവട സ്ഥാപനങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്, മലയാളികളായിട്ടും തമിഴന്മാരായിട്ടും. പിന്നെ നാഗൂർ ദർഗ ഷരീഫിൻ്റെ ഒരു
പ്രത്യേകതയാണ്. ഇവിടേക്ക് വെള്ളിക്കര നേർച്ചയാക്കിയവരുണ്ടോ? എന്ത് ഉദ്ദേശം വെച്ചാണോ ഇവിടേക്ക് വെള്ളിക്കര നേർച്ചയാക്കിയത്, അതിനവിടെ ഫളില് കിട്ടുന്നതാണ്. അതൊരു അത്ഭുതമാണ് നാഗൂർ ദർഗയുടെ. നമ്മൾ കച്ചവടം, അതുപോലെ തന്നെ മാറാവ്യാധി രോഗങ്ങളുമായിട്ട് വരുന്നവർ, സന്താനങ്ങൾ ഇല്ലാത്തവർക്കൊക്കെ വെള്ളിക്കര നേർച്ചയാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനവിടെ അത്ഭുതം തന്നെ പറയാം. അതാണ് ഈ ദർഗയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വെള്ളിക്കര നേർച്ചയാക്കുന്നവർക്ക് അതിൻ്റെ അത്ഭുത കറാമത്തുകൾ കാണാൻ കഴിയും. നാഗൂർ ദർഗയിൽ 5 മിനാരങ്ങളാണ് ഉള്ളത്. തഞ്ചാവൂരിലെ ഹിന്ദു മറാത്ത ഭരണാധികാരി പ്രതാപ് സിംഗാണ് ഈ ഒരു ഏറ്റവും ഉയരം കൂടിയ മിനാരം ഇവിടെ നിർമ്മിച്ചത്. അദ്ദേഹം മലബാറിലേക്ക് വരുന്നത് അറേബ്യയിൽ നിന്നാണ്. കപ്പൽ മാർഗം സയ്യിദ് ഷാഹുൽ ഹമീദും സംഘവും മലബാറിലെ കണ്ണൂരിലെത്തി. കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മഹാനവറുകൾ നേതൃത്വം നൽകുന്നത്. പിന്നീട് മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെത്തുകയും മഖ്ദൂമുമാരുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തു. യാത്രാവേളയിൽ സയ്യിദ് മഖ്ദൂം നൂറുദ്ദീൻ്റെ ഉദ്യാനത്തിൽ ഷെയ്ഖും സംഘവും വിശ്രമിച്ചിരുന്നു. ഉദ്യാനപാലകൻ ഈ വിവരം മഖ്ദൂമിനെ അറിയിച്ചു. ഉടനെ മഖ്ദൂം പറഞ്ഞു, നമ്മുടെ തോട്ടത്തിൽ വിശ്രമിക്കുന്ന വ്യക്തി മഹാനാണെങ്കിൽ തോട്ടത്തിലെ ഉണങ്ങിയ പ്ലാവിൽ പച്ചയിലയും പഴങ്ങളും ഉണ്ടാകും. ഉദ്യാനപാലകൻ തോട്ടത്തിലേക്ക് മടങ്ങി ചെന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. തോട്ടത്തിലെ പ്ലാവിൽ പച്ചയിലകളും പഴങ്ങളും ഉണ്ടായിരിക്കുന്നു. വിവരം മഖ്ദൂമിനെ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ആദരവോടെ ഷെയ്ഖിൻ്റെ സന്നിധിയിലെത്തുകയും അതിഥി സൽക്കാരം നടത്തുകയും ചെയ്തു. തൻ്റെ മകളെ ഇണയായി നൽകാൻ മഖ്ദൂം ആഗ്രഹിച്ചെങ്കിലും ഷെയ്ഖ് അവറുകൾ സ്വീകരിച്ചുമില്ല. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ പ്രദേശങ്ങളിൽ ദീൻ പ്രചരിപ്പിച്ചതിനു ശേഷമാണ് ഷെയ്ഖും സംഘവും തമിഴ്നാട്ടിലെ കീഴക്കരയിൽ എത്തിച്ചേരുന്നത്. സമീപത്തുള്ള മുസ്ലിം വീട്ടുകാരിൽ നിന്ന് അല്പം വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ അവർ ഉപ്പുവെള്ളമാണ് കൊടുത്തയച്ചിരുന്നത്. വിവരമറിഞ്ഞ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, ഈ നാട്ടിലെ കിണറുകളിലൊക്കെ ഉപ്പുവെള്ളമാണല്ലോ. ഉടനെ കീഴക്കരയിലെ കിണറുകളിലും തടാകങ്ങളിലുമൊക്കെ വെള്ളത്തിന് ഉപ്പുരുചി അനുഭവപ്പെടാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു നാഗൂർ ദർഗ ഷരീഫിൽ ചെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് കീഴക്കരയിലെ കിണറുകളിലെ ഉപ്പുരുചി മാറിയത് എന്ന് പറയപ്പെടുന്നു. രാമനാഥപുരം, കായൽപട്ടണം, മേൽപ്പാളയം, തെങ്കാശി, മധുര, തൃച്ചി, തഞ്ചാവൂർ, തിരുവാളൂർ, കൊടൈക്കൽ തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തതിനു ശേഷമാണ് ഷെയ്ഖും സംഘവും നാഗപട്ടണത്തെ നാഗൂരിൽ എത്തിച്ചേരുന്നത്. തെറ്റുകളിൽ മുഴുകിയിരുന്ന ജനസമൂഹമായിരുന്നു അന്ന് നാഗൂരിൽ ജീവിച്ചിരുന്നത്. ഷെയ്ഖ് അവരെ ഇസ്ലാമിൻ്റെ ശാശ്വത തീരത്തേക്ക് ക്ഷണിച്ചു. അന്ന് ഷെയ്ഖിന് 40 വയസ്സും ദത്തുപുത്രൻ ഷെയ്ഖ് യൂസുഫിന് 12 വയസ്സുമായിരുന്നു പ്രായം. പകൽ സമയങ്ങളിൽ നോമ്പെടുത്തും രാത്രി സമയങ്ങളിൽ പൂർണ്ണമായും ആരാധനകളിൽ മുഴുകിയുമായിരുന്നു ഷെയ്ഖ് അവറുകൾ ഏകാന്ത ജീവിതം നയിച്ചിരുന്നത്. ആന്തമാൻ ദ്വീപിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് സയ്യിദ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ ഹിളർ നബി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ആന്തമാനിലേക്ക് പോകാനുള്ള അനുമതി അള്ളാഹു നൽകിയിട്ടില്ല. നാഗൂരിലെ ചില പ്രദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിളർ നബി സംസാരം തുടർന്നു. ഇത് നിങ്ങളുടെ അന്ത്യവിശ്രമ കേന്ദ്രമാണ്. ഈ ഉയർന്ന സ്ഥലത്തിന് താഴെ ഒരു കിണറുണ്ട്. ആ കിണറിൽ നിന്ന് ഞാനും ഇസ്കന്ദർ ദുൽഖർനൈനിയും വുളു ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മരണം വരെ ഇവിടെ താമസിക്കുക. ഹിജ്റ 978 ജമാദുൽ ആഖിർ 10 തിങ്കളാഴ്ച രാവിലെ അത്താഴ സമയത്താണ് സയ്യിദ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു ഈ ഭൗതിക ലോകത്തോട് വിട പറയുന്നത്. വിട പറയുമ്പോൾ 68 വയസ്സായിരുന്നു മഹാനവറുകളുടെ പ്രായം. നാഗൂർ ദർഗ ഷരീഫിൻ്റെ ഇന്നത്തെ നമ്മുടെ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സിയാറത്ത് ചെയ്തവരും ഇവിടേക്ക് നേർച്ചയാക്കി അതിൻ്റേതായ ഫലങ്ങൾ ലഭിച്ചവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.